എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് EDU08 തന്നെ നമ്മൾ കഴിഞ്ഞ 2 വീഡിയോസിലായിട്ട് ഡിസ്കസ് ചെയ്തതിൻ്റെ ബാലൻസ് ആയിട്ട് വരുന്നതാണ്. ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ്റെ അകത്ത് വരുന്നതാണ് സെൽഫ് ഇവാലുവേഷൻ ആൻഡ് പിയർ ഇവാലുവേഷൻ. അപ്പോൾ സെൽഫ് ഇവാലുവേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു വ്യക്തി സ്വയം വിലയിരുത്തുന്നതാണ് സെൽഫ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവഴിയായിട്ട് ഒരു വ്യക്തിക്ക് എന്താണ്, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിന് കാരണമാകുന്നുണ്ട്. ഇപ്പം നമ്മൾ തന്നെ എന്താണ്, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ തന്നെ ഇപ്പോൾ ക്ലാസ്സിൽ ലെസൺ പ്ലാനൊക്കെ ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചിന്തിക്കത്തില്ലേ, ഞാൻ പ്രതീക്ഷിച്ചതുപോലെ എനിക്ക് എടുക്കാൻ പറ്റുമോ, എവിടെയാണ് എനിക്ക് മിസ്റ്റേക്ക് പറ്റിയതെന്ന് നമ്മൾ സ്വന്തമായിട്ട് ചിന്തിക്കത്തില്ലേ. അതാണ് എന്ത് സെൽഫ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത് സത്യസന്ധമായിട്ടുള്ളൊരു വിലയിരുത്തലായിരിക്കും. കാരണം ആരാണോ വിലയിരുത്തുന്നത് അവൻ്റെ തന്നെ പ്രവർത്തനത്തെയാണ് വിലയിരുത്തുന്നത്. സോ അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ഒരാളുടെ ഒരു ഇടപെടലോ ഒന്നും തന്നെ അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ എന്താണ്, ഈ ഒരു ഇവാലുവേഷൻ എന്ന് പറയുന്നത് സത്യസന്ധമായിരിക്കും. അതുപോലെ തന്നെ എന്താണ്, ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് സ്വന്തം വീക്ക്നെസ്സും അതുപോലെ തന്നെ സ്ട്രെങ്തും തിരിച്ചറിയാനായിട്ട് ഇതിലൂടെ എന്താണ് സാധിക്കും. അതുപോലെ എന്താണ്, ഈ സെൽഫ് ഇവാലുവേഷൻ വഴിയായിട്ട് നമുക്ക് എന്താണ് വ്യക്തിത്വ വികസനം അല്ലെങ്കിൽ നമ്മുടെ കരിയർ ഡെവലപ്മെൻറ്റ് എന്നിവയൊക്കെ തന്നെ സാധിക്കുന്നത് എന്താണ് സെൽഫ് ഇവാലുവേഷനിലൂടെയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന നേട്ടങ്ങളിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നത് എന്താണ് സെൽഫ് ഇവാലുവേഷൻ വഴിയായിട്ടായിരിക്കും. അപ്പോൾ പരീക്ഷ പേപ്പറിന് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കുട്ടി പരീക്ഷ എഴുതി, ആ പരീക്ഷാ പേപ്പർ ആ കുട്ടി ഇങ്ങനെ പരിശോധിക്കുകയാണ്, എനിക്ക് ഏത് ക്വസ്റ്റിനാണ് മാർക്ക് പോയത്, ഏത് ക്വസ്റ്റിനാണ് കൂടുതൽ മാർക്ക് ലഭിച്ചത്. അപ്പോൾ ഇതെന്താണ്, ഒരു സെൽഫ് ഇവാലുവേഷൻ ഒരു എക്സാമ്പിളാണ്. ഇവിടെ എന്താണ്, ഒരാൾ അയാളുടെ തന്നെ ഗോള് ഫിക്സ് ചെയ്യുന്നതാണ് എന്ത് സെൽഫ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പിയർ ഇവാലുവേഷനാണ്. പിയർ ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഫ്രണ്ട്സ്, കൂട്ടുകാർ ഇവാലുവേറ്റ് ചെയ്യാന്ന് വേണമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പറയാം. ഒരു കുട്ടിയുടെ സഹപാഠി എന്താണ്, അവനെ വിലയിരുത്തുന്നതാണെന്ത് പിയർ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇവാലുവേഷൻ എന്താണ്, മുൻകൂട്ടി തയ്യാറാക്കിയ ചില കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ടായിരിക്കും. ആ മാനദണ്ഡങ്ങളുടെ ബേസിലായിരിക്കും എന്ത് ഒരു സഹപാഠി തൻ്റെ എന്താണ് സുഹൃത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ നമുക്ക് ക്രിറ്റിസിസം എടുക്കാം. നമ്മൾ ഓരോരുത്തരും ക്രിറ്റിസിസം എടുക്കുമ്പോൾ നമ്മളെ ഇവാലുവേറ്റ് ചെയ്യുന്ന ആരാണ്, നമ്മുടെ സഹപാഠികളാണ് അല്ലേ. ആ ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് എന്താണ് കൃത്യമായിട്ടുള്ള ചില മാനദണ്ഡങ്ങളുണ്ട്. അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് എടുക്കുന്നത്. അവിടെ എന്താണ് മിക്കപ്പോഴും ടീച്ചേഴ്സിൻ്റെ പ്രസൻസും ഉണ്ടാവാറുണ്ട്. ഈ പിയർ ഗ്രൂപ്പ് ഇവാലുവേഷൻ്റെ അത് മിക്കപ്പോഴും ടീച്ചേഴ്സിൻ്റെ ഒരു പ്രസൻസും ഉണ്ടാവാറുണ്ട്. എക്സാമ്പിൾ ഞാൻ പറഞ്ഞു എന്നതാണ് നമ്മുടെ ക്രിറ്റിസിസം ക്ലാസ്സുകൾ. അപ്പോൾ ഇതുവഴിയായിട്ട് എന്താണ്, കുട്ടികളിൽ ഒരു ജഡ്ജ്മെൻറ്റ് സ്കിൽസ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുട്ടികളിൽ എന്താണ് സ്വയം തെറ്റുകൾ തിരുത്താനായിട്ടൊരു ബോധം കുട്ടികളുണ്ടാവും. അതുപോലെ എല്ലാ കുട്ടികളും എന്താണ് ഒരേപോലെ ഇതിൻ്റെ അകത്ത് പങ്കുചേരും. ഇപ്പം ഞാനാണ് ഒരാളെ ഇവാലുവേറ്റ് ചെയ്യുന്നതെങ്കിൽ അടുത്ത ടേൺ വരുമ്പോൾ എന്താണ്, ആ കുട്ടിയായിരിക്കും എന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഒരു ക്ലാസ്സിലെ എല്ലാ കുട്ടികളും എന്താണ് ഒരേപോലെ ഇതിൻ്റെ അകത്ത് എന്താണ് പങ്കുചേരുന്നുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ എന്താണ് ഫീഡ്ബാക്കുകൾ കിട്ടും. അതുപോലെ ലിബറൽ ആയിരിക്കും ഇവാലുവേഷൻ എന്ന് പറയുന്നത്. കാരണം ഇപ്പം ഞാൻ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന അമ്മു എന്ന് പറയുന്ന കുട്ടിയെ ഞാൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്കിൽ, അതുപോലെ എന്താണ് അമ്മു എന്നെയും ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എന്താണ് ആ ഇവാലുവേഷൻ സ്ട്രിക്റ്റ് ആക്കി മാറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഭയം, ഒരു പേടി ഉള്ളതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഈ ഇവാലുവേഷൻ എന്ന് പറയുന്നത് മിക്കപ്പോഴും ഭയങ്കര ലിബറൽ ആയിരിക്കും. എന്നുവെച്ചാൽ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിലായിരിക്കും പിയർ ഇവാലുവേഷൻസ് മിക്കപ്പോഴും നടക്കാറുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തൊക്കെയായിരുന്നു, സെൽഫ് ഇവാലുവേഷനും പിയർ ഇവാലുവേഷനുമാണ്. സെൽഫ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു വ്യക്തി സ്വന്തമായിട്ട് സ്വന്തം പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നതാണെന്ത് സെൽഫ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഇതെന്താണ്, കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നീട് നമ്മൾ പറഞ്ഞ എന്താണ്, പിയർ ഇവാലുവേഷനാണ്. ഇത് ഒരു കുട്ടിയുടെ പ്രവർത്തനത്തെ അവൻ്റെ സഹപാഠികൾ വിലയിരുത്തുകയാണ്. ആ വിലയിരുത്തലിൽ എന്താണ് കൃത്യമായിട്ട് മുൻകൂട്ടി തയ്യാറാക്കിയ ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തുന്നത്. എക്സാമ്പിൾ പറഞ്ഞ എന്താണ് നമ്മുടെ ക്രിറ്റിസിസം ക്ലാസ്സുകൾ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുകൾ രണ്ടും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്